Good morning, students. Have a nice time. Today you are going to learn the second lesson, Any Woman, a poem by Catherine Tynan. Before reading the poem, you will notice some significant or important questions. What is your concept of freedom? Not concept, concept of freedom. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്തായിരിക്കണം? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വ്യക്തി അനുഭവിക്കുന്നത് എപ്പോഴാണ്? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? സ്ത്രീ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്? ആർ വിമൻ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? Women support their families, but are they really supported by the family? That's a question to be discussed. Do women share equal status with men? Not status, status. സ്ത്രീ പുരുഷനൊപ്പം തുല്യമായ പദവി അലങ്കരിക്കുന്നുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് ലെസൺ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ് ആൻഡ് ഹിയർ ഇസ് ദ സെക്കൻഡ് ലെസൺ എനി വുമൻ ബൈ കാതറൈൻ ടൈനാൻ ഹിങ്സൺ. ഈസ് ആൻ ഐറിഷ് ബോൺ റൈറ്റർ known mainly for her നോവൽസ് ആൻഡ് പോയട്രി. വിപ്ലവ പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്ന അയർലൻഡിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന കാതറീൻ ടൈനാൻ അയർലൻഡിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിൽ പ്രധാനിയായി അറിയപ്പെടുന്നയാളാണ്. ആസ് എ ഹ്യൂമനിറ്റേറിയൻ റൈറ്റർ, her human sympathy is keen, warm and constant. As a humanitarian writer, മനുഷ്യകഥാനുഗായിയായ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ her human sympathy is keen, warm and constant. തൻ്റെ ചുറ്റുപാടുകളിലുമുള്ള സഹജീവികളായ മനുഷ്യരോട് അവർക്കുണ്ടായിരുന്നൊരു സഹാനുഭൂതി, അനുകമ്പ, ഭൂതദയ, അത് അത്യന്തം സൂക്ഷ്മമായിരുന്നു, ഊഷ്മളമായിരുന്നു. The poem Any Woman presents the all-embracing power of a woman to hold a family together. The poem Any Woman presents the all-embracing power. All-embracing means all-inclusive, means including all. എല്ലാറ്റിനെയും എല്ലാവരെയും സ്വീകരിക്കുന്നു, സർവസ്വീകൃതമായ പവർ ഓഫ് എ വുമൻ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. ഒരു കുടുംബത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു യഥാർത്ഥ സ്ത്രീയുടെ സർവസ്വീകൃതമായ കരുത്തിനെ പ്രതിനിധീകരിക്കുന്നു. ആ കരുത്തിനെ സംബന്ധിക്കുന്ന സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു എനി വുമൻ എന്ന കവിത. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ദ ഫസ്റ്റ് സ്റ്റാൻസ. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. I am the pillars of the house. Women are the pillars of the house. വീടിൻ്റെ നെടുന്തൂണുകളാണ് സ്ത്രീകൾ. And the protagonist of the poem. Protagonist means speaker.
കവിതയിൽ സംസാരിക്കുന്നയാൾ, അത് കവി തന്നെയാണ്. ഷീ സേസ്, ഐ എം ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച്. കുടുംബമാകുന്ന ലോകത്തിൻ്റെ ഒരു പ്രവേശന കമാനമാണ്, അല്ലെങ്കിൽ കവാടമാണ് ആർച്ച്. അതിൻ്റെ ആണിക്കല്ലാണ് ഞാൻ. ഇഫ് യു ടേക്ക് മീ അവേ, ദ റൂഫ് ആൻഡ് വാൾ വിൽ ഫാൾ ഡൗൺ. മേൽപ്പുരകളും ഭിത്തികളും നിലം പതിക്കും. ആൻഡ് ഇറ്റ് വിൽ റൂയിൻ മീ കംപ്ലീറ്റ്ലി. റൂയിൻ മീൻസ് ഡിസ്ട്രോയ്. അതെന്നെ പൂർണ്ണമായി നശിപ്പിക്കും. അത് ആ വീടിനെ പൂർണ്ണമായി നശിപ്പിക്കും. അപ്പോൾ ദ പില്ലേഴ്സ് ആർ ദ മെയിൻ സപ്പോർട്ട്സ് ഓഫ് ദ ഹൗസ്. ഒരു വീടിൻ്റെ മെയിൻ സപ്പോർട്ട്സ് ആണ് പില്ലേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ഹൗസ് വിതൗട്ട് പില്ലേഴ്സ്. പില്ലേഴ്സ് ഇല്ലാതെ ഒരു വീട് എന്ന യാഥാർത്ഥ്യം അസാധ്യമാണ്. ദ പില്ലേഴ്സ് മേക്ക് ദ ഹൗസ് സ്റ്റാൻഡ് വിതൗട്ട് crumbling or falling to pieces. The pillars make the house stand without crumbling. Crumbling means falling to pieces. Pillars ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട് നിലനിൽക്കില്ല, അത് താഴേക്ക് നിലംപതി. In the first stanza, Catherine Tynan, or the protagonist of the poem, says that women are the pillars of the house and she is the keystone of the arch. Keystone means foundation stone. അടിക്കല്ലെന്നോ ആണിക്കല്ലോ എന്നോ പറയാവുന്നു. ഇഫ് യു ടേക്ക് മീ എവേ, നിങ്ങളെന്നെ ഇവിടുന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ ദ റൂഫ് ആൻഡ് വാൾ വിൽ ഫാൾ ഡൗൺ ആൻഡ് ഇറ്റ് വിൽ റൂയിൻ മീ കംപ്ലീറ്റ്ലി, ഡിസ്ട്രോയ് മീ കംപ്ലീറ്റ്ലി. ദ പില്ലേഴ്സ് ആർ ദ മെയിൻ സപ്പോർട്ട്സ് ഓഫ് ദ ഹൗസ്. പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ മെയിൻ സപ്പോർട്ട്സാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ഹൗസ് വിതൗട്ട് പില്ലേഴ്സ്. പില്ലേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വീട് എന്ന യാഥാർത്ഥ്യം അസാധ്യമാവും. ദ പില്ലേഴ്സ് മേക്ക് ദ ഹൗസ് സ്റ്റാൻഡ് വിതൗട്ട് ക്രംപ്ലിംഗ് ഓർ falling to pieces. Okay, have you got it? I am the fire upon the earth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. I am the fire upon the earth. Earth means fireplace, നെരിപ്പൂട്, അടുപ്പ്. അടുപ്പിനുള്ളിലെ തീയാണ് ഞാൻ. I am the light of the good sun. നന്മയുള്ള സൂര്യൻ്റെ വെളിച്ചമാണ് ഞാൻ. I am the heat that warms the earth. ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന ഊഷ്മളതയാണ് ഞാൻ. Which else were colder than a stone. Without me, ഞാനില്ല എങ്കിൽ the earth will be colder than a stone. ഈ ഭൂമി ഒരു ശിലയേക്കാൾ തണുത്തുറഞ്ഞു പോകും. ഓക്കെ, got it? Then the third stanza. At me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. At me the children warm their hands. The children get their warmth or love from me. കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ്റെ ഊഷ്മളതയും സ്നേഹവും ഒക്കെ സ്വീകരിക്കുന്നത് എന്നിൽ നിന്നാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദെയർ ലവ്. ഞാൻ അവരുടെ സ്നേഹത്തിൻ്റെ വെളിച്ചമാണ്. I am the light of their love, not love.
love, love. Without me, ഞാനില്ല എങ്കിൽ, the hearthstone will be cold and the children will not thrive. Thrive means succeed. Without me, the hearthstone will be cold and the children will not thrive. If I am not here, ഞാനിവിടെ ഇല്ല എങ്കിൽ, the hearthstone will be cold. അടുപ്പ് തണുത്തുറഞ്ഞു പോകും. And the children will not thrive. Thrive means succeed. കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ സക്സീഡ് ചെയ്യില്ല, വിജയിക്കില്ല. ഇപ്പോൾ കാതറൈൻ ടൈനൻ സേസ് they should succeed. അവർ വിജയിക്കുക തന്നെ വേണം. ബിക്കോസ് their life is precious. അവരുടെ ജീവിതം അമൂല്യമാണ്. It means that she is the heat that warms the home. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, she is the heat that warms the home. ആ വീടിനെ ചൂട് പിടിപ്പിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ജീവിതത്തിനെല്ലാ ഊഷ്മളതകളും പകരുന്നു. ചൂടെന്നോ വെളിച്ചമെന്നോ ഒക്കെ പറയാവുന്നയാളാണ്. ആ വീടിൻ്റെ വിളക്ക് എന്ന് പറയാവുന്നയാളാണ് സ്ത്രീ. അപ്പോൾ at me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. But the children will not thrive or succeed in their life without me. But they should succeed because their life is precious. And the third stanza is over. Next stanza. I am the twist that holds together. Twist means to have under control. I am the twist that holds together the children in its sacred ring. They are not of love from whose close tether. Tether means a rope or chain. No lost child goes a wandering. I am the twist that holds together the children in its sacred ring. I hold the children together in the sacred love ring of the home. I hold the children together in the sacred love ring of the home. വീടിൻ്റെ, കുടുംബത്തിൻ്റെ അത്യന്തം വിശുദ്ധമായ ഒരു സ്നേഹ വലയത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നു. My children and me are tied together with the knots of love. K-N-O-T, knot means tie, കെട്ട്. My children and me are tied together. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും are tied together with the knots of love. സ്നേഹത്തിൻ്റെ ചരടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കും. They would not like to break the thread or chain. അവരൊരിക്കലും ആ ചരട് പൊട്ടിച്ച്, ആ ചങ്ങല പൊട്ടിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. ആൻഡ് ഗോ അവേ വാണ്ടറിങ്. ലക്ഷ്യമില്ലാതെ അവർ അലയില്ല. Here the poet portrays the bond between a mother and her children. അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഇടയിലുള്ള ശക്തമായൊരു ബന്ധനമാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഈ സ്റ്റാൻസയിൽ വൺ മോർ ടൈം. I am the twist that holds together. Twist means to have under control the children in its sacred ring. കുഞ്ഞുങ്ങളെ കുടുംബത്തിനുള്ളിലെ
സ്നേഹത്തിൻ്റെ, നിർവ്യാജമായ സ്നേഹത്തിൻ്റെ വിശുദ്ധ വലയത്തിൽ നിയന്ത്രിച്ചല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നു ഞാൻ. They are not of love from whose close tether no lost child goes a wandering. My children and me are tied together with the knots of love. Okay? Have you got it? Yes.